സൈബർ കേസുകളിൽ നിയമങ്ങൾ കർശനമാക്കണമെന്ന് നടി റിനി ആൻ ജോർജ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ചതിനെ തുടർന്ന് കടുത്ത സൈബർ ആക്രമണമാണ് റിനി നേരിട്ടത്. തന്റെ പരാതിയിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നും റിനി പറഞ്ഞു. CPM സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തത് വിവാദമായതിന് പിന്നാലെയായിരുന്നു റിനിയുടെ പ്രതികരണം. അതിന്റെ സമയം വരുമ്പോൾ പറയേണ്ടി വരും. ഞാൻ പറയുന്നത് ഇത് നിർത്തണം. ഈ അനാവശ്യമായ സൈബർ അറ്റാക്ക് എനിക്കെതിരെയുള്ള, അതായത് ഞാൻ എന്തു വസ്ത്രം ധരിക്കുന്നു, ഞാൻ എവിടെയൊക്കെ പോകുന്നു, ഞാൻ ആരെല്ലാമായി ഫോട്ടോ എടുക്കുന്നു, ഞാൻ ചിരിക്കുന്നു, ഈ ഓരോ കാര്യങ്ങളും ഞാനൊരു കാര്യം സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് എനിക്ക് എന്റേതായ വ്യക്തി സ്വാതന്ത്ര്യങ്ങളില്ലേ? എന്റെ വ്യക്തി സ്വാതന്ത്ര്യങ്ങൾ അനാവശ്യമായി കൈകടത്തി ഓരോ കാര്യങ്ങൾക്കും ഓരോ തരം കഥയുണ്ടാക്കി നറേറ്റീവ്സ് ഉണ്ടാക്കി ഇത് സ്ഥിരം പരിപാടിയാണ് എന്നുള്ളതാണ്. പല സ്ഥലത്തും അവർക്ക് അവർക്കെതിരെ സംസാരിക്കേണ്ടി വരുന്നവർക്കെതിരെ പലതരം നറേറ്റീവ്സ് സൃഷ്ടിക്കുകയും എല്ലാവരും CPM കാരാണെന്ന് അങ്ങ് തീരുമാനിക്കുകയും ചെയ്യുകയാണ്. ഞാനത് കൃത്യമായിട്ട് പറഞ്ഞൊരു കാര്യമാണ്. അതായത് ഈ അറ്റാക്ക് ചെയ്യുന്നവർ ഇത് നിർത്തിയില്ലെങ്കിൽ വീണ്ടും എന്നെ പ്രൊവോക്കേറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ഞാൻ പറയാത്ത പല കാര്യങ്ങളും വെളിപ്പെടുത്തേണ്ടതായി വരും എന്നുള്ളത് തന്നെയാണ്. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ഡാനി ഇപ്പോൾ ചേരുന്നുണ്ട്. ഡാനി, ഇന്നലെ CPM സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്തതിന് പിന്നാലെ റിനിക്ക് നേരെ വീണ്ടും സൈബർ ആക്രമണം രൂക്ഷമാകുന്നുണ്ട്. ഇന്ന് അതിന് മറുപടി നൽകാനായി റിനി മാധ്യമങ്ങളെ കാണുന്നു. എന്താണ് വ്യക്തമാക്കിയത്? ടോം, ഇക്കാര്യത്തിൽ അവർ വ്യക്തമാക്കുന്നത് പ്രധാനമായും തന്നെ താൻ ഒരു CPMലേക്ക് പോകുന്നു, അല്ലെങ്കിൽ CPMലേക്ക് തനിക്ക് അവിടെ നിന്ന് ക്ഷണമുണ്ടായി, അതുകൊണ്ട് താൻ അങ്ങോട്ട് പോകുന്നു എന്ന പല രീതിയിൽ അഭ്യൂഹങ്ങൾ ഉണ്ടാകുന്നു. പക്ഷെ അങ്ങനെയല്ല. താൻ അവിടെ പോയത് സ്ത്രീപക്ഷ ചിന്തകൾ പങ്കുവയ്ക്കുന്ന ഒരിടം, പ്രത്യേകിച്ച് ഈ KJ ഷൈനെതിരായ സൈബർ ആക്രമണം നടന്നതിൻ്റെ പശ്ചാത്തലത്തിൽ സംഘടിപ്പിച്ച ഒരു പരിപാടിയാണ്. CPM തന്നെയാണ് ആ പരിപാടി സംഘടിപ്പിച്ചത്. ഇതേപോലെ ആര് പരിപാടി സംഘടിപ്പിച്ചാലും സ്ത്രീപക്ഷ ചിന്തകൾക്ക് പ്രാധാന്യമുള്ളിടത്ത് താൻ പോകും. അത് രാഷ്ട്രീയം നോക്കിയല്ല. തൻ്റെ രാഷ്ട്രീയം അവരുടേതിൽ നിന്ന് വ്യത്യസ്തമാണ്. താനൊരു പാർട്ടിയിൽ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അത് മറ്റൊരു രീതിയിലാണ്. അതുകൊണ്ടാണ് അവിടെ പോയത്. ഇനിയും തനിക്കെതിരെയുള്ളൊരു അധിക്ഷേപം പലരും തന്നെ തുടരുന്നുണ്ട്. താൻ ഒരു പാർട്ടി ടിക്കറ്റ് നോക്കിയത് ഇപ്പോൾ തെരഞ്ഞെടുപ്പുകളുടെ ഒരു കാലത്തേക്ക് വരുമ്പോൾ അങ്ങനെയൊന്നും ചിന്തിച്ചൊന്നുമല്ല പോയത്. സ്ത്രീകൾക്ക് എതിരെ നടക്കുന്ന ഒരു അധിക്ഷേപത്തിനെതിരെ സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയാണ്. അതുകൊണ്ടാണ് താൻ അവിടെ പോയത് എന്നതാണ് അവർ നൽകുന്ന വിശദീകരണം. അതിന് പല വ്യാഖ്യാനങ്ങളും വരുന്നുണ്ട്. അതിലേക്കൊന്നും തന്നെ വലിച്ചടിപ്പിക്കേണ്ടതില്ല എന്നവർ പറയുന്നു. അവർ വ്യക്തമാക്കുന്ന ഒരു കാര്യം, താൻ ഇതുവരെയും ഒരു പാർട്ടിയുടെ പേരോ അല്ലെങ്കിൽ ഒരു യുവ നേതാവിൻ്റെ പേരോ വെളിപ്പെടുത്തിയിട്ടില്ല. പരാമർശങ്ങളെല്ലാം ഒരു പാർട്ടിയെന്നും യുവ നേതാവ് എന്നെല്ലാം തന്നെയാണ്. പക്ഷേ ഈ രീതിയിലേക്ക് തന്നെ പ്രതിരോധത്തിലാഴ്ത്തുമ്പോൾ തന്നെ കടന്നാക്രമിക്കുന്ന ഒരു നിലപാടിൽ തുടരുകയാണെങ്കിൽ തനിക്ക് പലതും അറിയാം. തനിക്ക് അതെല്ലാം തന്നെ പുറത്ത് പറയേണ്ടി വരും. അതൊന്നും താങ്ങില്ല എന്നാണ് ഇന്ന് റിനി ആൻ ജോർജ് വ്യക്തമാക്കിയത്. ഈ തനിക്കെതിരെ തുടരുന്ന ഈ അധിക്ഷേപങ്ങൾ അത് നിർത്തണം, സഹിക്കുന്നതിനൊരു പരിധിയുണ്ട് എന്നതെല്ലാം തന്നെ അവർ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്നുണ്ട്. ഈ സൈബർ ആക്രമണങ്ങളെ ശരിക്കും കൊലപാതക ശ്രമങ്ങൾ പോലെ തന്നെ കാണണമെന്നാണ് റിനി പറയുന്നത്. കാരണം ഇത് അനുഭവിക്കുന്നവർക്ക് മാത്രമേ അതിൻ്റെ ഒരു വേദന മനസ്സിലാവുകയും ചെയ്യുന്നുള്ളൂ എന്ന് അവർ വ്യക്തമാക്കുന്നു. കടുത്ത നിയമ നടപടികളാണ് ഈ രംഗത്ത് അത് നടപ്പാക്കേണ്ടതെങ്കിൽ മാത്രം ഇതുപോലുള്ള സൈബർ അതിക്രമങ്ങൾ നിൽക്കുകയുള്ളൂ. പലപ്പോഴും തനിക്കെതിരെ താൻ വിശ്വസിച്ചിരുന്ന ഒരു പ്രസ്ഥാനത്തിൽ നിന്ന് തന്നെയാണ് തനിക്കെതിരെ അധിക്ഷേപങ്ങൾ ഉണ്ടായത്. അതിൽ ആരോപണ വിധേയരായ പലരും ഇപ്പോൾ വലിയ രീതിയിൽ ഒരു വിഹരിക്കുന്ന രീതിയിലേക്കെല്ലാം തന്നെ വന്നു. പക്ഷേ അതെല്ലാം ഈ പല തെളിവുകളും കാര്യങ്ങളും എല്ലാം തന്നെ തൻ്റെ പക്കലുണ്ട്. അതൊന്നും ഇപ്പോൾ പുറത്തുവിടുന്നില്ല എന്ന് അവർ വീണ്ടും പറയുകയാണ്. ഏതായാലും ഇത്തരം ഒരു അധിക്ഷേപങ്ങൾ നിർത്തിയില്ല എങ്കിൽ തനിക്ക് ഈ തെളിവുകൾ പുറത്തുവിടേണ്ടി വരും. താൻ ഇത്തരം കാര്യങ്ങൾ തുറന്നു പറയാൻ തയ്യാറാകുമെന്നാണ് റിനി പറഞ്ഞത്. ഏതായാലും അവർ CPM പരിപാടിയിൽ പങ്കെടുത്തത് പല രീതിയിലുള്ള ഒരു വ്യാഖ്യാനങ്ങൾക്കും ഇട നൽകിയിരുന്നു. പ്രത്യേകിച്ച് KJ ഷൈൻ തന്നെ അവരെ CPMലേക്ക് ക്ഷണിക്കുന്നതായിട്ട് പറഞ്ഞിരുന്നു. എന്നാൽ അതിനോടൊന്നും താൻ പ്രതികരിക്കുന്നില്ല. ഇതിനെല്ലാം തന്നെ മറുപടി പറഞ്ഞതാണ്. താൻ അങ്ങനെ ഒരു ഉദ്ദേശത്തോടു കൂടിയല്ല അവിടേക്ക് പോയത്. താൻ വ്യക്തമായും ഉദ്ദേശിക്കുന്നത് സ്ത്രീപക്ഷ ചിന്തകൾക്ക് ഒപ്പം നിൽക്കുക എന്നതാണ്. അത് ആരും പരിപാടി അത്തരം സംഘടിപ്പിച്ചാലും താൻ അതിൽ പങ്കാളിയാകുമെന്നും അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ടോം, വ്യക്തമാണ്. കൊച്ചിയിൽ നിന്ന് ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ആരോപണം ഉന്നയിച്ചതിനെ തുടർന്ന് അടുത്ത സൈബർ ആക്രമണമാണ് റിനിക്ക് നേരിടേണ്ടി വന്നത്. തൻ്റെ പരാതിയിൽ അന്വേഷണം നടക്കുന്നുണ്ടെന്നാണ് റിനി വ്യക്തമാക്കുന്നത്.